ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരം, സമ്പത്ത് എന്ന് പറയുന്നത് രാജാവിന്റെ സ്വത്താണോ, രാജ്യത്തിന്റെ സ്വത്താണോ, അതോ ദേവന്റെ സ്വത്താണോ? ചരിത്ര വിദ്യാർത്ഥി എന്നതിലേക്ക് താങ്കളുടെ ഒരു പ്രതികരണമാണ് ഞാൻ ചോദിക്കുന്നത്. രാജാവും രാജ്യവും ചേർന്ന് ദേവന് നൽകിയ സ്വത്താണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആ സ്വത്ത് പൊതുസ്വത്താക്കാൻ കഴിയുമോ? അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ നയപരമായ തീരുമാനങ്ങളാണ്. അതിപ്പോൾ തന്നെ ഗവൺമെൻറ്റും രാജ കുടുംബവും ഒക്കെ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും വ്യക്തിപരമായി പറയാനില്ല. നെപ്പോളിയന്റെ പേരിലുള്ള നാണയം അതൊരു കാണിക്കയാണോ, അതോ അത് ആ ദേശത്തിന്റെ സ്വത്താണോ? അതൊക്കെ ചരിത്രകാരന്മാർ വിശകലനം ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഈ മൂല്യനിർണ്ണയത്തിന് താങ്കൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ താങ്കളുടെ സമിതി സ്വീകരിക്കുന്ന ശാസ്ത്രീയ രീതികൾ എന്തൊക്കെയായിരിക്കും? ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് മ്യൂസിയംസ്, ഐകോം എന്നൊരു അന്തർദേശീയ സംഘടന പാരീസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. അവരിതിൻ്റെ മാനദണ്ഡങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും അതിൻ്റെ ശാഖകളുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സർവകലാശാല നാഷണൽ മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഈ ഐകോമിൻ്റെ ഭാഗമാണ്. അവർ നിർദ്ദേശിച്ചിരിക്കുന്ന ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇതിൻ്റെ കൺസർവേഷൻ അല്ലെങ്കിൽ പരിപാലനം നടത്തുക. അവിടെയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇക്കാര്യത്തിൽ വളരെ പ്രസക്തമായിട്ട്. ഈ കൺസർവേഷൻ, പ്രിസർവേഷൻ, ഇതിന്റെ ഡോക്യുമെന്റേഷൻ, ഇതിനൊക്കെയുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലുണ്ടോ? ഇന്ത്യയിൽ വളരെ വികസിച്ച മേഖലകളാണ് ഇതൊക്കെ. വളരെ വിപുലമായ, വളരെ വ്യാപകമായ രീതിയിൽ ശാസ്ത്രീയമായ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഈ മേഖലയിലുണ്ട്. താങ്കൾ പറയേണ്ടായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമാക്കി നമുക്കിത് മാറ്റാൻ കഴിയും. ഈ പുരാവസ്തു ശേഖരമാണെങ്കിൽ അതിനെ പ്രദർശിപ്പിക്കുന്ന വലിയൊരു മ്യൂസിയമാക്കി അതിനെ മാറ്റാൻ കഴിയും. ക്ഷേത്രത്തിലുള്ള കാര്യങ്ങൾ ക്ഷേത്രത്തിന് വിട്ടു നൽകാൻ കഴിയും എന്നൊക്കെ. എവിടെയായിരിക്കും ഈ മ്യൂസിയം സ്ഥാപിക്കാൻ കഴിയുക? ക്ഷേത്രത്തിലാണോ, അതോ ഇത് പുറത്തേക്ക് കൊണ്ടുപോകണോ? എന്താണ് താങ്കളുടെ ആശയം? മ്യൂസിയത്തിന്റെ ഡയറക്ടർ ജനറൽ എന്ന നിലയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു മ്യൂസിയം ആക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മ്യൂസിയം ആക്കണമോ വേണ്ടയോ എന്നുള്ളത് നയപരമായൊരു തീരുമാനമാണ്. മ്യൂസിയം ആക്കണം എന്ന് തീരുമാനിച്ചാൽ വളരെ അധികം ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു മ്യൂസിയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. താങ്കൾ വിചാരിക്കുന്നുണ്ടോ, ഇപ്പോൾ പല ഹിന്ദു സംഘടനകളുടെയും എതിർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ രാജകുടുംബത്തിന് തന്നെ പരിഭവങ്ങളും പരാതികളും ഉണ്ട്, കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നു. ഒരു മ്യൂസിയമാക്കി ഇതിനെ മാറ്റുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരുടെയും വികാരങ്ങൾ മാനിച്ച് ഒരു സമന്വയത്തിലൂടെ മാത്രമേ നീങ്ങാൻ കഴിയൂ. ആ ഒരു സമീപനമാണ് മ്യൂസിയം ഡയറക്ടർ ജനറൽ എന്ന നിലയിൽ വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഇപ്പോൾ പ്രശ്നം സുപ്രീം കോടതിയുടെ മുന്നിലാണ്. ഈ വ്യക്തമായ പ്രശ്നം, ഇതൊരു മ്യൂസിയം, ഇതിലേതെങ്കിലും, എല്ലാം മ്യൂസിയമാക്കണം എന്നല്ല, ഇതിലേതെങ്കിലും ഇനങ്ങൾ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കണമോ എന്നതും കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് സുപ്രീം കോടതി വിട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊരു അന്തിമ തീരുമാനം അധികം താമസിയാതെ എടുക്കും. ഈ കഴിഞ്ഞ ദിവസത്തെ കോടതിയുടെ പ്രസ്താവന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ബോൾഡായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ കാര്യത്തെ വളരെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് കോടതി നടത്തിയിരിക്കുന്ന ചില പരാമർശങ്ങൾ മ്യൂസിയം പോലെ ഒരു സാധ്യതയിലേക്ക് വഴി തുറക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷം അനുയോജ്യമായൊരു നിർദ്ദേശം അധികം താമസിയാതെ സുപ്രീം കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഈ വിധി പ്രസ്താവം അത്തരത്തിലുള്ളൊരു പ്രത്യാശ താങ്കൾക്ക് നൽകുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അത് നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കും. ഈ ദേവപ്രശ്നം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ദേവപ്രശ്നം നടത്തിയവർ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി അത്തരം കാര്യങ്ങൾ പറയുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അതിനൊരു ഭീഷണിയുടെ സ്വഭാവം ഉണ്ടായിരുന്നു. സുപ്രീം കോടതി ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഒരു ഭീഷണിയും അതിൽ കണ്ടില്ല. അത് ഒരു വശത്ത് നടക്കുന്നു, കോടതിയുടെ തീരുമാനം മറുവശത്ത് നടക്കുന്നു. അത്തരം ഒരു പത്രസമ്മേളനത്തിന് എന്തെങ്കിലും ഉദ്ദേശമോ ദുരുദ്ദേശമോ ഉണ്ടായിരുന്നോ? അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, ദേവപ്രശ്നത്തിൽ പറഞ്ഞൊരു കാര്യം കുലം മുടിയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. താങ്കൾക്ക് അത്തരം ആശങ്കകളൊന്നുമില്ല. നിയമം നടപ്പാക്കുന്ന കാര്യവുമായി താങ്കൾ മുന്നോട്ട് പോകുന്നു. തികഞ്ഞ ഈശ്വരവിശ്വാസിയായതുകൊണ്ട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ ദേവന്റെ കൈകൊണ്ട് മരണമടഞ്ഞാൽ സ്വർഗം ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കും ഉള്ളത്. ഈ സുന്ദരരായന്റെ മരണം അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കഥകളും പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഭയാശങ്കയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. കഥകളിൽ അങ്ങനെ പലതും പറയും. അതുകൊണ്ട് ആർക്കും പരിഭവം വരുതേ
എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. വീണ്ടും കേരളത്തിലേക്ക് താങ്കൾ ഒരു പുതിയ ദൗത്യവുമായി വന്നിരിക്കുകയാണ്. കേരളത്തിൽ ചിലവ് കുറഞ്ഞ വീടുകൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ച ഒരു ആശയം താങ്കൾ നടപ്പാക്കുകയും നിർമ്മിതി കേന്ദ്രം പോലുള്ളൊരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. വളരെ പോപ്പുലറായ ഒരു പദ്ധതിയായിരുന്നു. പക്ഷെ പിന്നീട് നിർമ്മിതി കേന്ദ്രത്തിൽ നിന്ന് 1999 വളരെ ദുഃഖിതനായി തന്നെ, എൻ്റെ അറിവിൽ വളരെ ദുഃഖിതനായി അവിടെ നിന്ന് പോകേണ്ടി വന്നു. എന്തായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം? അവിടെ നിന്നും പോകാനുണ്ടായ സാഹചര്യം അത് കേരളത്തിൻ്റെ ഒരു സാമാന്യമായ രീതിയാണ്. ഇവിടെ ഉലക്ക കൊണ്ട് അടിച്ച് മുറം കൊണ്ട് വീശും. ആ ഉലക്ക കൊണ്ടുള്ള അടി കൊണ്ടെങ്കിലേ മുറം കൊണ്ടുള്ള വീശിൻ്റെ സുഖം അനുഭവിക്കാനാവും. 1999 ഞാൻ പോകുന്ന സമയത്ത് വളരെ കാലത്തിന് ശേഷം ഉലക്ക കൊണ്ടൊരു അടി കിട്ടി. പക്ഷെ അതിനെ ഞാൻ വളരെ നല്ല രീതിയിലാണ് കാണുന്നത്. ആരെങ്കിലും മുറം കൊണ്ട് വീശിയിരുന്നു? പലരും ഇപ്പോൾ മുറം കൊണ്ട് വീശുന്നുണ്ട്. അന്നുണ്ടായിരുന്നില്ല. ആ അടി കിട്ടുമ്പോൾ ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. അത് ഒരു വശം. പരിഹാരങ്ങളിൽ പ്രശ്നം കാണുക, അതും കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വളരെയധികം പലർക്കും ആനന്ദം നൽകുന്ന ഒരു വിനോദമാണ്. അങ്ങനെ രണ്ട് സാഹചര്യങ്ങളിലാണ് അന്നത് സംഭവിച്ചത്. പക്ഷെ ആരോടും പരിഭവമില്ല. ഇതിലൊരു നർമ്മം ഞാൻ കാണുന്നുണ്ട്. നിർമ്മിതി കേന്ദ്രത്തിൽ ഒരു ചെറിയ തൊഴിൽ പ്രശ്നം പരിഹരിക്കാൻ പരാജയപ്പെട്ടുവെന്ന് ഗവൺമെൻറ് വിലയിരുത്തിയതുകൊണ്ടാണ് എന്നെ അവിടെ നിന്ന് മാറ്റിയത്. പിന്നീട് അതേ ഗവൺമെൻറ് ചെയ്ത് ഒരാഴ്ചക്കകം ഈ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ തൊഴിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്നെ ലേബർ സെക്രട്ടറിയായി. തൊഴിലാളി യൂണിയനുമായി ഏതാണ്ട് 2-2.5 വർഷം ഞാൻ ഇടപഴകിയ ആ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതെവിടെ പ്രയോജനപ്പെടുത്താം എന്ന് ഗവൺമെൻറ് നോക്കിയപ്പോൾ ഗവൺമെൻറ് കണ്ടു മൃഗസംരക്ഷണ വകുപ്പിലേക്ക് എന്നെ വയ്ക്കാം. മൃഗങ്ങളുമായിട്ടുള്ള എൻ്റെ സമ്പർക്കം 2 വർഷത്തേക്ക് നീണ്ടു നിന്നു. ഈ സമ്പർക്കം എവിടെ കൂടുതൽ പ്രയോജനപ്പെടുത്താം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ KSRTCയുടെ ചെയർമാൻ അയക്കാൻ തീരുമാനിച്ചു. ഏതായാലും ഇതൊക്കെ ഒരു നർമ്മബോധത്തോടുകൂടി കണ്ട് തള്ളാനേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. ഈ ഉലക്ക കൊണ്ട് അടികിട്ടി എന്ന് താങ്കൾ പറഞ്ഞു. ആരായിരുന്നു ഈ ഉലക്ക? കേരളത്തിലെ കൺസ്ട്രക്ഷൻ ലോബിയാണോ, അതോ നിങ്ങളുടെ ബ്യൂറോക്രസിയാണോ, അതോ രാഷ്ട്രീയക്കാരാണോ? ആരായിരുന്നു? വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്ന പോലെ കിട്ടിയവർക്കൊക്കെ ഉലക്ക എടുക്കാം. ഒരു തമാശയ്ക്കായിട്ടൊന്ന് തല്ലി നോക്കാം. ഇപ്പോഴും താങ്കൾ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ആരാണ് ഈ ഉലക്ക? അത് കൺസ്ട്രക്ഷൻ ലോബിയാണോ, ബ്യൂറോക്രസിയാണോ, രാഷ്ട്രീയക്കാരാണോ? ഇപ്പോൾ ഉദാഹരണത്തിന് നിർമ്മിതി പോലുള്ള ഒരു പ്രവർത്തനം കൺസീവ് ചെയ്താൽ രാഷ്ട്രീയക്കാരെ പോലും വേണമെങ്കിൽ എതിരാളികളാക്കാം. താങ്കൾ പിന്നീട് പറഞ്ഞു പല സ്ഥലങ്ങളിലേക്ക് താങ്കളെ മാറ്റി, KSRTCയിലേക്ക്, പിന്നെ മൃഗസംരക്ഷണ വകുപ്പിലേക്ക്. അപ്പോൾ ആരായിരുന്നു, അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി കൂട്ടമായാണോ താങ്കളെ ആക്രമിച്ചത്? അങ്ങനെയൊരു കൂട്ടായ്മയൊന്നും എനിക്കെതിരായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങ് പറഞ്ഞ വിഭാഗത്തിൽ നിന്നെല്ലാം ചിലർ, എല്ലാവരുമല്ല, ചിലർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വകുപ്പുകളിലെല്ലാം പെട്ട ചില വ്യക്തികളുടെ ഒരു കോക്കസ് താങ്കൾക്കെതിരെ പ്രവർത്തിച്ചിരുന്നു. അപ്പൊ കേന്ദ്ര കേഡറിലേക്ക് താങ്കൾ മനഃപൂർവ്വം അങ്ങനെ ചോദിച്ചു പോയതാണ്, മാറ്റം ചോദിച്ചു പോയതാണ്? കേന്ദ്ര കേഡറിലേക്ക് മാറ്റം ചോദിച്ചു പോയതാണ്. ഇവിടെ നിന്ന് പിഴയ്ക്കാൻ കഴിയില്ല എന്നുറപ്പായ സാഹചര്യത്തിൽ അങ്ങനെ ഉറപ്പുള്ളതുകൊണ്ട് പോയതല്ല. ഒരു IAS ഉദ്യോഗസ്ഥൻ ഒരു ഘട്ടത്തിൽ കേന്ദ്രത്തിനും പ്രവൃത്തിയെടുക്കണം. കാരണം ഇതൊരു ഓൾ ഇന്ത്യ സർവീസാണ്. ഒരു സംസ്ഥാനത്ത് മാത്രം നിന്നാൽ ഒരു കൂപമണ്ഡൂകമായി നിൽക്കേണ്ടി വരും. ഈ കേന്ദ്രത്തിലേക്കുള്ള മാറ്റമേ അത് ഗുണമാണോ ചെയ്തത്? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? വലിയ ക്യാൻവാസാണ് കേന്ദ്രത്തിലുള്ളത്. വൈവിധ്യമുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ഒരു ചെറിയ സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കണം. ആ ഒരു വ്യത്യാസമുണ്ട്. ഈ താങ്കളുടെ എഴുത്തുകാരൻ കൂടിയാണല്ലോ. അപ്പോൾ കേരളം വിട്ടതിന് ശേഷമാണ് താങ്കൾ കൂടുതൽ രചനാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? കൂടുതൽ സമയം കേന്ദ്രത്തിൽ കിട്ടുന്നതുകൊണ്ടാണോ? കേന്ദ്രത്തിൽ സമയം കുറവാണ്. കാരണം കൂടുതൽ ഉത്തരവാദിത്തം അവിടെ ഉണ്ട്. പക്ഷേ ഈ അങ്ങ് സമയത്തെക്കുറിച്ച് ചോദിച്ചു. ഞാൻ ജില്ലാ കളക്ടറായിരുന്ന സമയത്ത് ഒരിക്കൽ ശ്രീ NV കൃഷ്ണവാര്യരോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ചോദിച്ചു, കളക്ടർ നന്നായി പ്രസംഗിക്കുമല്ലോ, എന്താ എഴുതാത്തത്? അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ വളരെ തിരക്കാണ്, സമയം കിട്ടുന്നില്ല. അപ്പോൾ ചിരിച്ചുകൊണ്ട് NV പറഞ്ഞു, എഴുത്തിന് സമയം വേണ്ട, മനസ്സ് മതിയെന്ന്. അതുകൊണ്ട് സമയം ഒരിക്കലും എഴുത്തിനൊരു വിഘാതമാണ്, തടസ്സമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ മനസ്സാണ് വേണ്ടതെങ്കിൽ മനസ്സിന് സംഘർഷമില്ലാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ രചനാ പ്രവർത്തനങ്ങളിൽ താങ്കൾ ഏർപ്പെട്ടത്. മനസ്സ് സംഘർഷരഹിതമായി നിർത്തിയെങ്കിൽ മാത്രമേ സർഗസൃഷ്ടി സാധ്യമാവൂ. അത് കൂടുതൽ സാധ്യമാകുന്നത് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുമ്പോഴാണ്.
അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ മനസ്സറിയുന്ന എഴുത്തുകാർ സാധാരണഗതിയിൽ ബ്യൂറോക്രസിയിൽ വളരെ കുറവാണ്. ഇപ്പോൾ മലയാറ്റൂർ ഒക്കെ പോലെ വളരെ കുറച്ച് ആളുകളെ ആ രീതിയിൽ രൂപപ്പെട്ടിട്ടുള്ളൂ. അത്തരത്തിൽ ആ ശൃംഖലയിൽപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് താങ്കൾ. കേരളത്തിലേക്ക് മടങ്ങി വരാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? കേരളത്തിലേക്ക് എപ്പോഴും വരാൻ താല്പര്യമാണ്. മാനസികമായി എപ്പോഴും ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഔദ്യോഗികമായി ഇപ്പോൾ ഡൽഹിയിലാണ്. ഡൽഹിയിൽ തന്നെ തുടരാനാണ് കൂടുതൽ താല്പര്യം. വളരെയധികം നന്ദി ശ്രീ. താങ്ക്സ്.